പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന സൈനിക വിരോധം നയതന്ത്ര സൈനിക അതിരുകൾ കടന്ന ആഗോള സാങ്കേതിക മേഖലയെ പോലും നേരിട്ട് ബാധിക്കുന്ന ഭയാനകമായ അവസ്ഥയിലേക്ക് വളരുകയാണ്. ബഹ്റൈനിലെ പ്രമുഖ അമേരിക്കൻ സാങ്കേതിക വിദ്യാ ഭീമനായ ആമസോണിന്റെ പ്രധാന ഡാറ്റാ സെന്ററിന് നേരെ തങ്ങൾ ക്രൂയിസ് മിസൈൽ ആക്രമണം നടത്തിയെന്ന പ്രഖ്യാപനവുമായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് രംഗത്തെത്തിയിരിക്കുകയാണ്. ആഗോള ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിനെ തന്നെ ലക്ഷ്യമിട്ടുള്ള ഈ നീക്കം മേഖലയിലെ സംഘർഷത്തിന് തീർത്തും പുതിയൊരു മാനമാണ് നൽകുന്നത്. ഇറാന്റെ അർദ്ധൌദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നീമാണ് IRGCയുടെ ഈ ഞെട്ടിക്കുന്ന അവകാശവാദം പുറത്തുവിട്ടത്. അമേരിക്കൻ സാങ്കേതിക മേഖലയും അവരുടെ ആഗോള ബിസിനസ് ശൃംഖലകളെയും തങ്ങളുടെ ആക്രമണ പരിധിയിലാണെന്ന കടുത്ത മുന്നറിയിപ്പാണ് ഇതിലൂടെ ടെഹ്റാൻ നൽകുന്നത്. സാങ്കേതിക മുന്നേറ്റങ്ങളിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന ഒരു ആഗോള US കമ്പനിക്ക് നേരെ ഇറാൻ നടത്തുന്ന ഇത്തരമൊരു നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ നടുക്കമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറാന്റെ തെക്കു പടിഞ്ഞാറൻ മേഖലയിലെ ധാർഗോവിനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അമേരിക്കൻ ആക്രമണങ്ങൾക്കുള്ള കൃത്യമായ തിരിച്ചടിയാണ് ഈ മിസൈൽ ആക്രമണമെന്ന് IRGC വ്യക്തമാക്കുന്നു. ധാർഗോവിനിലെ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ അമേരിക്ക അതിക്രമം കാണിച്ചെന്നും അതിനുള്ള മറുപടിയായിട്ടാണ് ബഹ്റൈനിലെ ആമസോൺ ഇൻഫ്രാസ്ട്രക്ചർ തങ്ങൾ തകർത്തതെന്നും ഇറാൻ ആരോപിക്കുന്നു. സിവിലിയൻ മേഖലകളെ ലക്ഷ്യമിടുന്ന US നയങ്ങൾക്ക് മുന്നിൽ മിണ്ടാതിരിക്കില്ലെന്ന സന്ദേശമാണ് ഇറാൻ നൽകുന്നത്. അതേസമയം ഇറാൻ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്ന ഈ മിസൈൽ ആക്രമണ വാർത്ത ഇതുവരെ സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ആക്രമണത്തെക്കുറിച്ചോ ബഹ്റൈനിലെ ആമസോണിന്റെ ഡാറ്റാ സെന്ററിന് സംഭവിച്ച നാശനഷ്ടങ്ങളെക്കുറിച്ചോ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ആരോപണങ്ങൾ വളരെ ഗൗരവമുള്ളതാണെങ്കിലും സംഭവത്തിന്റെ യാഥാർത്ഥ്യം സംബന്ധിച്ച് ആഗോള മാധ്യമങ്ങൾക്കിടയിലും സൈനിക നിരീക്ഷകർക്കിടയിലും ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. സംഭവത്തിൽ പെന്റഗണോ അമേരിക്കൻ ഭരണകൂടമോ ഇതുവരെ ഔദ്യോഗിക പ്രതികരണങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല. ബഹ്റൈൻ സർക്കാരും തങ്ങളുടെ രാജ്യത്ത് ഇത്തരമൊരു മിസൈൽ ആക്രമണം നടന്നതായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇതിനു പുറമെ ആക്രമണത്തിന് ഇരയായെന്ന് അവകാശപ്പെടുന്ന ആമസോൺ അധികൃതരും തങ്ങളുടെ ഡേറ്റാ സെന്ററുകളുടെ പ്രവർത്തനത്തെയോ സുരക്ഷയെയോ ബാധിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഒന്നും നൽകിയിട്ടില്ല. മിഡിൽ ഈസ്റ്റിലെ ബാങ്കിംഗ്, ടെലികോം, വിവിധ സർക്കാർ സേവനങ്ങൾ എന്നിവ പ്രവർത്തിക്കുന്നത് ഇത്തരം ഡാറ്റാ സെന്ററുകളെ ആശ്രയിച്ചാണ്. അതിനാൽ തന്നെ ഇവിടങ്ങളിലേക്ക് ഉണ്ടാകുന്ന ആക്രമണങ്ങൾ പ്രദേശത്തെ സാമ്പത്തിക സാങ്കേതിക മേഖലകളെ പൂർണ്ണമായും തളർത്താൻ പോകുന്നവയാണ്. അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്കും യുദ്ധക്കപ്പലുകൾക്കും പുറമെ അവരുടെ ആഗോള സാമ്പത്തിക സാങ്കേതിക താല്പര്യങ്ങളെയും തങ്ങൾ തകർക്കുമെന്ന സന്ദേശമാണ് ഇറാൻ ഇതിലൂടെ നൽകാൻ ശ്രമിക്കുന്നത്. പശ്ചിമേഷ്യയിലെ US സൈനിക സാന്നിധ്യത്തെ മാത്രം പ്രതിരോധിക്കുന്നതിന് പകരം അമേരിക്കൻ കമ്പനികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർത്ത അമേരിക്കയ്ക്കുള്ളിൽ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുക എന്ന തന്ത്രമാണ് ഇറാൻ പയറ്റുന്നത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി സൈബർ ആക്രമണങ്ങളിലൂടെയും ഭൗതിക ആക്രമണങ്ങളിലൂടെയും പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സാന്നിധ്യത്തെ ചെറുക്കാൻ ഇറാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് ഒരു ആഗോള ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഭീമനെ ആക്രമിച്ചു എന്ന് പ്രഖ്യാപിക്കുന്നത് ഇതാദ്യമായാണ്. ഇത് വരും ദിവസങ്ങളിൽ ആഗോള സൈബർ സുരക്ഷാ മേഖലയിലും വലിയ മാറ്റങ്ങൾക്ക് വഴിതുറക്കും. ഈ സംഭവത്തെ തുടർന്ന് പശ്ചിമേഷ്യൻ മേഖലയിലെ പ്രമുഖ സാങ്കേതിക കമ്പനികളും മൾട്ടിനാഷണൽ കോർപ്പറേഷനുകളും തങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങൾ പുനഃപരിശോധിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനികളുടെ മിഡിൽ ഈസ്റ്റിലെ ഓഫീസുകൾക്കും ഡാറ്റാ സെന്ററുകൾക്കും അധിക സുരക്ഷ ഏർപ്പെടുത്താനുള്ള നീക്കങ്ങൾ പല രാജ്യങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. IRGCയുടെ ഈ പ്രഖ്യാപനം ആഗോള വിപണിയിലും ചെറുതല്ലാത്ത ആശങ്കകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അമേരിക്കൻ ടെക് ഓഹരികളെയും ഡിജിറ്റൽ സേവനങ്ങളുടെ സുരക്ഷിതത്വത്തെയും കുറിച്ച് നിക്ഷേപകർക്കിടയിൽ ചോദ്യങ്ങൾ ഉയരുകയാണ്. യുദ്ധം കേവലം അതിർത്തികളിൽ നിന്ന് സാങ്കേതിക രംഗത്തേക്ക് കൂടുമാറുന്നത് ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടിയാകും. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ദിവസം ചെല്ലുന്നതും കൂടുതൽ സങ്കീർണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാക്പോരും പ്രകോപനപരമായ സൈനിക നീക്കങ്ങളും ഒരു പൂർണ്ണ തോതിലുള്ള പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. നയതന്ത്ര ചർച്ചകൾ പൂർണ്ണമായും വഴിയടഞ്ഞ അവസ്ഥയിൽ സംയമനം പാലിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇരുഭാഗത്തോടും ആവശ്യപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ മിസൈൽ ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ അതിശക്തമായ തിരിച്ചടി അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. തിരിച്ചടികളുടെ പരമ്പരയിലേക്ക് കാര്യങ്ങൾ കടന്നാൽ അത് പശ്ചിമേഷ്യയിലെ സമാധാന അന്തരീക്ഷത്തെ ശാശ്വതമായി ഇല്ലാതാക്കുകയും ആഗോള സാങ്കേതിക സാമ്പത്തിക മേഖലകളെ ആഴത്തിൽ മുറിവേൽപ്പിക്കുകയും ചെയ്യും.